മരടിൽ വഴിവിളക്കുകൾ കത്തുന്നില്ല. മരട് നഗരസഭാ പ്രദേശം ഒന്നടങ്കം ഇരുട്ടിലേക്കാണ്. നിരവധി മാസങ്ങളായി മരടിലെ എല്ലാ ഡിവിഷനുകളിലും ഹൈമാക്സ് ലൈറ്റ് അടക്കമുള്ള വഴിവിളക്കുകൾ കത്താതെ കിടക്കുന്നത്. റിപ്പയർ ചെയ്യുവാൻ കരാറെടുത്തയാൾ മെയിൻ്റനൻസ് നിർത്തിപ്പോയി. ജനം കൂരിരുട്ടിലാണ്. വൻ പ്രതിഷേധവുമായി തീപ്പന്തം കത്തിച്ച് LDF സമരജ്വാല തെളിയിച്ചു. നഗരസഭാ കവാടത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി LDFൻ്റെ പ്രവർത്തകർ. നഗരസഭയിലെ പ്രതിപക്ഷ ഭരണപക്ഷാംഗങ്ങൾ ഒന്നടങ്കം പ്രതിഷേധത്തിലാണ് വഴിവിളക്കുകൾ കത്താത്തതിൽ. ഇടതുമുന്നണി സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല CPIMൻ്റെ തൃപ്പൂണിത്തുറ ഏരിയ സെക്രട്ടറി P. വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. തുടർച്ചയായി വഴിവിളക്കുകൾ കത്തുന്നില്ല എന്നതിനെ കുറിച്ച് നഗരസഭാ കൗൺസിലിനകത്ത് ഇടതുപക്ഷത്തിന്റെ കൗൺസിലർമാർ അവർ ഔദ്യോഗികമായി കൗൺസിൽ യോഗങ്ങളിൽ മറ്റ് അറിയിപ്പുകളിൽ ഒക്കെ കൂടി ഈ നഗരസഭാ ഭരണത്തിന്റെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. സത്യത്തിൽ നഗരസഭാ ഭരണത്തിന്റെ ശ്രദ്ധയിൽ മറ്റുള്ളവർ പെടുത്താതെ തന്നെ വരേണ്ടതാണ്. കാരണം നമ്മൾ യാത്ര ചെയ്യുന്ന മേഖലകളിൽ വഴിവിളക്കില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമല്ല. അങ്ങനെ പ്രയാസമില്ലാത്തൊരു കാര്യം സ്വയം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കുക എന്നത് ഒരു മിനിമമായിട്ടുള്ള കാര്യമാണ്. അതിന് എന്താണ് ഇവിടെ തടസ്സം? നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇവിടെ സഖാവ് വിജു സൂചിപ്പിച്ചതുപോലെ നഗരസഭകളിൽ പരിശോധന നടത്തിയപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം, പുതിയ ടെൻഡർ വെച്ചിട്ടില്ല. പഴയ ടെൻഡറുകാരന് പണം അയാൾ ആ കാലം അത്രയും ഈ ജോലി നിർവഹിച്ചതിന്റെ ഭാഗമായി ലഭ്യമാവേണ്ടത് ലഭ്യമായിട്ടില്ല, നൽകിയിട്ടില്ല. ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ അത് ഔദ്യോഗികമായി നിയമപരമായി നടക്കട്ടെ. പക്ഷേ പുതിയ ഒരു സംവിധാനം, നിലവിലെ സംവിധാനം ഇല്ല എങ്കിൽ ഉറപ്പുവരുത്തേണ്ട ബാധ്യത നഗരസഭാ ഭരണത്തിനില്ലേ? ഉണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതിനിതുവരെ ഒരു മറുപടി, ആളുകൾക്കും ബോധ്യമാകുന്ന ഒരു മറുപടി നഗരസഭയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. ഞാൻ പലപ്പോഴും ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ ഇവിടത്തെ നഗരസഭാ ഭരണത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വരുത്തി പത്രങ്ങളിൽ വാർത്ത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് താല്പര്യം. അല്ലാതെ ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടലല്ല പലപ്പോഴും നടത്തുക. രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ മാത്രം താല്പര്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് നമ്മുടെ നഗരസഭയ്ക്കകത്തുള്ളത്. തീർച്ചയായും ജനങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഈ വിഷയത്തിനകത്ത് അടിയന്തരമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നഗരസഭാ ഭരണാധികാരികൾ UDF സ്വീകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ. മരട് നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ, വിവിധ വാർഡുകളിൽ വൈകുന്നേരങ്ങളിൽ, രാത്രികാലങ്ങളിൽ സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഭൂരിപക്ഷം വരുന്ന വഴികളിലും നിലവിലുണ്ടായിരുന്ന വൈദ്യുതി വിളക്കുകൾ അണഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ വഴിവിളക്കുകൾ കത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിരന്തരമായ ഇടപെടൽ നഗരസഭയ്ക്കകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധികൾ നഗരസഭയുടെ ചെയർമാനോടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് ഉദ്യോഗസ്ഥന്മാരോടും നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഏറെ ആളുകൾ സഞ്ചരിക്കുന്ന ഒരു പ്രദേശമാണ് മരട്. ഒരുപക്ഷെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ പല ഭാഗങ്ങളിൽ പോലും ആളില്ലാത്ത സന്ദർഭത്തിൽ
കുണ്ടന്നൂർ, മരട്, നെട്ടൂർ പ്രദേശങ്ങളിൽ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളെല്ലാം 3 ഷിഫ്റ്റ് ജോലി കഴിഞ്ഞ് വന്നു പോകുന്നവരാണ് ഇതിലൂടെ ഏറെയും യാത്ര ചെയ്യുന്നവർ. എന്നാൽ നമ്മുടെ മുനിസിപ്പൽ ഭരണാധികാരികൾ ഇന്നും 25 കൊല്ലം മുമ്പുള്ള മരടാണെന്നുള്ള ധാരണയിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നഗരസഭയിൽ 33 ഡിവിഷനുകളിലും ഈ വഴിവിളക്കുകൾ കത്താത്ത പ്രശ്നം എല്ലാ ജനപ്രതിനിധികളും നേരിടുകയാണ്. ഞങ്ങളുടെ ഈ സമരം LDFിൻ്റെ 11 കൗൺസിലർമാരുടെ ഡിവിഷനുകളിലേക്ക് വേണ്ടിയുള്ള സമരമല്ല. ഈ നഗരസഭയിലെ 33 ഡിവിഷനുകളിലും വഴിവിളക്കുകൾ കത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഈ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ വഴിവിളക്കുകൾ കത്താത്തതിനെ തുടർന്ന് നഗരവാസികൾ അതാത് പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളെ തടഞ്ഞു നിർത്തി ഇത് ജനപ്രതിനിധികളുടെ കഴിവുകേടാണ്, അല്ലെങ്കിൽ ഡിവിഷൻ കൗൺസിലർമാരുടെ കഴിവുകേടാണ് എന്ന നിലക്ക് ആളുകൾ ചർച്ച ചെയ്യുകയാണ്. വഴിവിളക്കുകൾ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റുകൾ മാസങ്ങളായി കത്തുന്നില്ല. നഗരസഭയിൽ നടക്കുന്നത് കെടുകാര്യസ്ഥതയും അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു അതിശയോക്തിയില്ല. കാരണം നമുക്ക് അത് അനുഭവവേദ്യമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ 33 ഡിവിഷനുകളിലും ഒന്ന് നാം സഞ്ചരിച്ചാൽ പല ഭാഗങ്ങളിലും വഴിവിളക്ക് കത്താതെ നിൽക്കുന്നുണ്ട്. മരടിനെ സംബന്ധിച്ച് മരടിൻ്റെ ഹൃദയഭാഗമെന്ന് പറഞ്ഞാൽ അത് കൊട്ടാരം ജംഗ്ഷനാണ്. നിങ്ങൾ കൊട്ടാരം ജംഗ്ഷനിലൂടെ സഞ്ചരിച്ചാൽ അവിടെ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് നിൽപ്പുണ്ട്. അവിടെ 6 ലൈറ്റാണ് ആ ഹൈമാസ്റ്റിൽ കത്തേണ്ടത്. ഇപ്പം മാസങ്ങളെന്നല്ല വർഷങ്ങളായി 2 ലൈറ്റ് മാത്രമാണ് കത്തുന്നത്. ഈ ലൈറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരാതി കൊടുത്തിട്ട് തന്നെ 6 മാസം കഴിഞ്ഞു. അത് മാറ്റുന്നതിന് ആവശ്യമായ നിലയിലുള്ള പരാതി DYFI എന്ന യുവജന സംഘടനാ പരാതി നൽകിയിട്ടുണ്ടോ? അതുകൂടാതെ പല വട്ടങ്ങളിലായി മുനിസിപ്പൽ സെക്രട്ടറിയുടെയും എഞ്ചിനീയറുടെയും എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇടപെടൽ നടത്തിയിട്ടും ഇതുവരെ യാതൊരു നടപടികളും ഇതുമായി ബന്ധപ്പെട്ട് ഇല്ല.